നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങളും വന്നു ചേരുവാനിടവരും. ചില വിഭാഗത്തിൽ നിന്നൊക്കെ എല്ലാം പിന്മാറി വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് ധ്രുവീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് വേണ്ടി അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര അഥവാ വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് മെയ് മാസം മുതൽ അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. വേറെ ചിലർക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനൊരു അപേക്ഷകൾക്ക് നൽകുകയും കഴിഞ്ഞ 2023 ആണ്ടിൽ പകുതി മുതൽ അതിൻ്റെ നടപടിക്രമങ്ങളും അപേക്ഷകളൊക്കെ സമർപ്പിക്കുകയും ഒരു പ്രാവശ്യം നിരസിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ വളരെ മനസ്സിന് സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തീർത്തും വളരെ അവിചാരിതമായിട്ട് തന്നെ ഈ വർഷം മെയ് മാസത്തിന് ശേഷം അനുമതി ലഭിക്കുവാനും വിദേശത്ത് എത്തിച്ചേർന്ന് സംതൃപ്തിയുള്ളൊരു ജോലിയിൽ ദമ്പതികൾക്ക് ഇരുവർക്കും പങ്കുചേരുവാനും അല്ലെങ്കിൽ ഇരുവർക്കും ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ധാരാളം പരിശീലനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മത്സരരംഗങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ഇതൊരു തൊഴിലായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി കർമ്മമണ്ഡലങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ജൂൺ മാസത്തിന് ശേഷം വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് ഒരുപക്ഷെ വളരെ നല്ല നിലയിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും ഗൃഹനിർമ്മാണം മനസ്സിലുദ്ദേശിക്കുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ടോ ഡിസംബർ മാസത്തിലോ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ ബന്ധുമിത്രാദികളെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി വളരെ സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകൾക്ക് വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിസ്തരിച്ച് അതിൻ്റെ ഒരു വിശദീകരണവും നൽകുവാൻ അവസരം വന്നു ചേരും. കർമ്മനിരതരായിട്ടുള്ള ചില ജോലിക്കാരുടെ അസ്വാരസ്യങ്ങളിൽ നിന്നും പിന്മാറി മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനും ഒരു ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വന്നു ചേരുവാനിടയുണ്ട്. വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും ജീവിത പങ്കാളിക്ക് തൃപ്തികരമായിട്ടുള്ള മറ്റൊരു ഉദ്യോഗം വിദേശത്ത് ലഭിക്കുന്നത് വഴി തിരികെ പോകുവാനും ഭാവിയിലേക്ക് മക്കളെ കൊണ്ടുപോയിട്ട് അവിടെ പോയി പഠിപ്പിക്കാനും അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ഹ്രസ്വകാല ദീർഘവിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് വസ്തുതർക്കം പരിഹരിക്കാൻ തക്കവണ്ണം തീരുമാനിക്കുകയും സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുകയും അന്തിമമായിട്ട് തൃപ്തിയുള്ള വിഭാഗം തന്നെ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും സങ്കീർണമായുള്ള വിഷയങ്ങളാണ് എന്ന് തോന്നുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴിയും എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ദുശ്ശീലങ്ങൾ ഒഴിവാക്കി സത്ശീലങ്ങൾ സ്വീകരിക്കുകയും വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും സ്വല്പം ആധ്യാത്മികമായുള്ള ചിന്തകളും
ഇതിനെല്ലാം ഉപരിയായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളും അനുവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള അസുഖങ്ങളുടെ കാരണങ്ങളെ പോലും അതിജീവിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. മെയ് മാസം വരെ പ്രത്യേകിച്ചും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അധികൃതരുടെ പ്രത്യേക പരിഗണന ലഭിക്കുന്നത് വഴി ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ആ തൃപ്തികരമായിട്ടുള്ള ഒരു സ്ഥാനക്കയറ്റത്തിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാകുമോ എന്ന തോന്നലുകളൊക്കെ ഒഴിവാക്കി ബന്ധുമിത്രാദികളുടെ ഗൃഹത്തിൽ വിരുന്നു പോകുവാനും വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുവാനും വേണ്ടപ്പെട്ടവരെ പരിചയപ്പെട്ടുകൊണ്ട് ഓർമ്മ പുതുക്കുവാനും ഇങ്ങനെ എല്ലാ അവസരങ്ങളെയും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക മാത്രമല്ല, ഒരുപക്ഷെ ഈ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ജന്മനാട്ടിലുള്ള ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവമായിട്ടുള്ള പങ്കെടുക്കുവാനും സ്വല്പം സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. അവിചാരിതമായിട്ട് സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടായിത്തീരും. ഉല്ലാസ വിനോദയാത്രകളൊക്കെ ഈ മാർച്ച് മാസത്തിലെ അവസരങ്ങൾ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും അമിത ആഹ്ലാദം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും കർമ്മമണ്ഡലങ്ങളിൽ സദ്നിർദ്ദേശം സ്വീകരിച്ച് അനുഭവജ്ഞാനമുള്ളവരുടെ പ്രവൃത്തി പരിചയം അവലംബിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വമുള്ള സമീപനം ഉണ്ടാവുന്നത് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുക മാത്രമല്ല, ജീവിതത്തിലേക്ക് ഇനി ഭാവിയിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള ജീവിത പഥത്തിലേക്ക് ഒരു ചിന്താഗതികൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പ്രവർത്തനരഹിതമായതും പ്രവർത്തനക്ഷമത കുറവുമുള്ളതായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ ഒഴിവാക്കി ഒരുപക്ഷെ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരത്തെ സ്വീകരിക്കും. മറ്റു ചിലർക്ക് ഒരു സുഹൃത്ത് നടത്തി വരുന്ന പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭരണ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങളോ ബാധ്യതകളൊന്നുമില്ലാതെ തന്നെ ഏറ്റെടുക്കുവാനൊരു അവസരം ഉണ്ടായിത്തീരും. സ്വന്തം തൃപ്തിക്കനുസരിച്ച് സമയബന്ധിതമല്ലാതെ ജോലി ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു അവസരങ്ങളായതുകൊണ്ടും ചില ദിവസങ്ങളിലെല്ലാം ഗൃഹത്തിലിരുന്നും കൊണ്ട് ഗ്രഹവീക്ഷണം ചെയ്തുകൊണ്ടുള്ള ജോലി ആയതുകൊണ്ട് സർവാത്മന സ്വീകരിക്കുവാൻ ഇടയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും തീർത്തും അവിചാരിതമായിട്ട് പലരും മുൻപ് അപേക്ഷിച്ച പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. എന്തായാലും ഈ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തിനുള്ളിൽ സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറാകുവാൻ ഇടവരുമെങ്കിൽ പോലും അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം അത് വിപരീതമായി തീരുവാൻ യോഗം കാണുന്നതുമുണ്ട്. ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഭക്ഷണക്രമീകരണം, യോഗ, പ്രാണായാമമൊക്കെ തന്നെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളെല്ലാം മാറി ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറി മാനസികമായിട്ടും ഊർജ്ജസ്വലതയോടുകൂടിയും ഉന്മേഷത്തോടുകൂടിയും കുടുംബപരമായിട്ടും സ്വസ്ഥതപരമായിട്ടും അതിജീവിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പല വിദ്യാർത്ഥികൾക്കും തൃപ്തികരമല്ലാത്ത ഒരു വിഭാഗമാണ് കഴിഞ്ഞ മെയ് മാസം മുതൽ ചേർന്നിട്ടുള്ളത്. 2023 മെയ് മാസം മുതൽ ഇതിൻ്റെ വെളിച്ചത്ത് ഭാവിയിലേക്ക് ജോലി സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് ഈ ഒരു വർഷം തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും.
സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ടെങ്കിൽ പോലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തുകൊണ്ട് പഠിക്കാനുള്ളൊരു തീരുമാനമാണെങ്കിൽ പോലും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനൊരു അവസരങ്ങളെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തിപരമായിട്ട് നേട്ടമുണ്ടാകും. അതിനേക്കാളുപരി ഈ അനുഭവജ്ഞാനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത് അതൊരു മാതൃകാപരമായി തീരുവാനും മറ്റുള്ളവർക്ക് നേട്ടത്തെ പ്രദാനം ചെയ്യുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളുടെ സംരക്ഷണം ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും മെയ് മാസം വരെ സ്വല്പൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷേ ഈശ്വര പ്രാർത്ഥനകളോട് ഒഴുകി എല്ലാ കാര്യങ്ങളും ചെയ്താൽ മെയ് മാസം മുതൽ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിലുപരി നേട്ടം കൈവരുവാൻ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.